എന്നെ അറിയിച്ചിരുന്നെങ്കിലും കുട്ടികൾക്കെല്ലാം പരീക്ഷയുടെ സമയമാണെന്നും എല്ലാവരും ഇവിടെ സന്നിഹിതരാകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഡേറ്റ് മാറ്റിവെച്ചു. പിന്നെ തിരുമേനി എപ്പോഴെങ്കിലും ഇത് ചെയ്തുകൊള്ളാൻ ഞാനും തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മുടെ കുട്ടികൾ പിന്നെ അവരെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ അവസാനമാക്കുന്ന ഒന്ന് രണ്ട് വർഷങ്ങൾ നടന്നില്ല. എന്നിട്ടാണ് ഈ കുശാലകൾ നമ്മളെ അപ്ലൈക്ക് പോകുന്നത്. കുശാലനഗറിൽ പോയിട്ട് അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ്. അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി നടന്ന ലെറ്റർ ഓഫ് ഇന്റന്റ് നടക്കുന്നത്. പക്ഷെ അപ്പോഴും ലോക്കൽ എഡ്യൂക്കേഷൻ വന്ന് നമുക്ക് തുടങ്ങാൻ ഇപ്പോഴും ഒരു പ്രോബ്ലമായിട്ട് കിടക്കാം. അതൊക്കെ കുട്ടികളെ ഉണ്ട്. ഇപ്പൊ നമ്മള് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ട് ഇതിന്റെ പുറകാലം കൊടുക്കുക. കാരണം ഈ സ്റ്റേറ്റ് വിട്ടു കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറെ ലോക്കൽ സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പുറത്തെ കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഈ പഠിത്ത കാലഘട്ടത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ നമുക്കുള്ള ദൈവിക വിശ്വാസ കാര്യങ്ങളിലെ ആപത്തുകളൊന്നും വരാതിരിക്കാൻ തക്കവണ്ണം അല്ല, ഞങ്ങളത് പല വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത് കരുതാൻ നമ്മൾ മാത്രമല്ല, ഇത് ഫ്ലോട്ടിംഗ് അല്ല, എല്ലായിടത്തും വരുന്നവരല്ല. പാസ് ഔട്ട് ചെയ്ത് പോകുന്ന അതുവഴി 1000 കുട്ടികളുണ്ട് മംഗലാപുരത്ത്. മംഗലാപുരത്ത് 2-3 കോളേജുകളിലായിട്ട് അവിടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം പറഞ്ഞ് ഞാൻ ഈ സ്ഥാനം ഉള്ളതുകൊണ്ടല്ല പറയുന്നത്. ആസ് എ ബിഷപ്പായിരുന്ന ഈ രാജ്യത്തിന് ഭയങ്കര ഒത്തിരി സംസാരിക്കാറില്ല. പിന്നെ അത് ഡയസിസ് ഇത് മദ്രാസ് ഡയസിസ് ബിഷപ്പ് അത് നമ്മൾ സാധാരണ ഇടപെടുമ്പോഴേ നമ്മൾക്ക് ഇവിടെ നിന്ന് ആവേശിച്ചു പോകുന്ന കുട്ടികൾ നമുക്ക് പലരും നമ്മുടേതല്ലാത്ത കുറെ കാര്യങ്ങൾ ആയിട്ട് അതിനകത്ത് തിരിച്ചു വരിക. അവര് പുറത്തൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇത് ഒത്തിരി ഇതിന്റെ അറ്റാക്ക് ഉണ്ട്. ഞാൻ അപ്പോഴേ മനുഷ്യരെ അത് വന്ന് ശരിക്കും അവരത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് സഭയുടെ ഒരു വലിയ പ്രശ്നമാണ്. ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന കുട്ടികൾ അവര് വലിയ മനുഷ്യരല്ലേ. അവര് നഷ്ടപ്പെട്ടാൽ സഭയ്ക്ക് ലോസ് എന്ന് പറയുന്നത് വെരി ഗ്രേറ്റ് ലോസ്.